എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1, എല്ലാവർക്കും കർഷക ദിന ആശംസകൾ. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്ക് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാൻ പോണം. ഇന്ന് പരീക്ഷയിലും ഉണ്ട്. മാഷ് പറഞ്ഞു അവിടെ പോയിട്ട് വന്നിട്ട് പരീക്ഷ എഴുതിയത് പറഞ്ഞു. കുറച്ച് നാളുകൾക്ക് മുന്നേ എല്ലാം എന്റെ ചാനലിൽ മറ്റേ കൃഷി ചെയ്യുന്നതെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവര് പോയി വീഡിയോ കാണുക. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അകത്ത് ഉണ്ട്. ഇപ്പൊ കൃഷി ചെയ്യുന്ന പലപ്പോഴും വീഡിയോ എടുക്കാറില്ല. വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് കടയിലൊന്നും കൊടുക്കല്ല. നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ വീട്ടിൽ നടും. അപ്പൊ ഇന്ന് പോകുന്നത് ഞാനും അമ്മൂമ്മയും കണ്ണമ്മാവനും മാമനും അച്ഛനും ആണ്. അച്ഛൻ അതിൽ തന്നെ പയ്യന്നൂര് ആവശ്യത്തിന് പോകണ്ടോണ്ട് അച്ഛൻ വേറെ വണ്ടിയിലും നമ്മ വേറെ വണ്ടിയിലാണ് പോന്നെ. അപ്പൊ വീട്ടിൽ നിന്ന് വിടല്ലായി. പള്ളിപ്പാറ പള്ളമുണ്ട്. ഇപ്പം പഴയതെല്ലാം മാറ്റിയിട്ട് പുതിയത് നല്ല കെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട്. പുതിയതാക്കിയിട്ട് ഇന്റർലോക്കെല്ലാം വെച്ച് ഇവിടെ കുറച്ച് ഇരിക്കാനും അതേത് പണിതെറ്റെല്ലാം ഉണ്ട്. മുന്നേ ഇത് എല്ലാം കല്ലെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ടായിനി. ഇപ്പൊ ചീമേനി ഞാൻ കൊറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ചീമേനിയില് ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൈഡിലെല്ലാം ഇന്റർലോക്ക് വെച്ച് കൈവരിയെല്ലാം വെച്ച് ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിട്ട് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശത്തെ ഒരു പ്രധാന ടൗണാണ് ചീമേനി. ചീമേനി പഞ്ചായത്ത് ആണ്. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ കേറണം. ചിങ്ങം 1 ഭാഗമായിട്ട് കൃഷിഭവനെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. ആദ്യം രജിസ്ട്രേഷനാ ഉണ്ടായിനി. രജിസ്ട്രേഷന് വിത്തും നോട്ടീസും കിട്ടീനി. ഇതാണ് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MPV ജാനകിയമ്മ. അവര് എന്നോടും കണ്ണേട്ടനോടും വിശേഷങ്ങളെല്ലാം ചോദിച്ചു. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേരായ പാറു ആൻഡ് രൂപ. ചാനലിന്റെ പേര് പാറു ആൻഡ് രൂപ. പാറു ആൻഡ് രൂപ അല്ലേ? കുഞ്ഞി ചാനൽ അല്ലേ? അപ്പോൾ എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു. പഞ്ചായത്ത് മെമ്പർ രജനിയമ്മ ആശംസ അറിയിച്ചു. നമ്മുടെ മെമ്പർ പത്മാവതി അമ്മയും മറ്റൊരു മെമ്പർ ലളിതമ്മയും ആശംസ അറിയിച്ചു. തുടർന്ന് നിലവിളക്ക് കൊളുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ഉമാ മേഡവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജു മാമനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജനാർദ്ദന മാമനും ഞാനും നിലവിളക്ക് കൊളുത്തി. എന്നോടൊപ്പം മറ്റ് മികച്ച കർഷകരെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. മനോഹരമായ ഉപഹാരം കൂടി ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ആദരിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്തതായി എം ദാമോദരൻ നത്തൂട്ടി സ്വന്തമായി ആശംസകളും അറിയിക്കുന്നു. അടുത്തത് കുഞ്ഞികൃഷ്ണൻ മുത്തച്ഛ നെടുപ്പ. വ്യക്തിത്വമാണ് കുഞ്ഞികൃഷ്ണൻ്റെത്. കുഞ്ഞികൃഷ്ണന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നെൽകൃഷി ചിങ്ങമാസത്തിൽ മൂന്നെടുത്തുകൊണ്ട് അതിലേക്ക് കുത്തരി കൊണ്ട് പുതിയ അരി കൊണ്ട് വയറിനച്ചു വിഭവസമൃദ്ധമായിട്ട് ഭക്ഷണം കഴിച്ച ഒരു ഓർമ്മ കേരളത്തിലെ കേരളീയരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ദിവസത്തെ സ്വപ്നം കാണുകയായിരുന്നു എല്ലാ മനുഷ്യരും എന്നുള്ളതാണ്. അന്നത്തെ പുതിയരി ചോറും അന്നത്തെ കറികളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഇപ്പോഴും നമ്മുടെ നാടും മുമ്പിൽ അതിന്റെ രുചിയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം പുത്തരിയില്ല, നിറയില്ല, അവർക്ക് അതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അതൊക്കെ പുതിയ തലമുറയെ ഇനിയും നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പുതിയ തലമുറ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയും കർഷകരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിലേക്ക്
അവർ കൃഷി ഇറക്കുമ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ, അവർക്ക് വേണ്ടുന്ന സബ്സിഡികൾ അതൊക്കെ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു കാരണവശാലും കാർഷിക മേഖല പുറകോട്ട് പോയത് കൊണ്ട് തന്നെ കേരളത്തിനകത്ത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് നമ്മൾ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പച്ചക്കറി ഉൾപ്പെടെ നമ്മൾ വാങ്ങി കഴിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ആദരിക്കുന്ന കർഷകർ എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലുള്ള കൃഷി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ജൈവ കൃഷി അതിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. അത്തരത്തിലുള്ള കുട്ടി കർഷകർ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രോത്സാഹനമായി ഈ കുട്ടി കർഷകയിലൂടെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള കർഷകരെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. അഭിമാനപൂർവ്വം വളരെ സ്നേഹപൂർവ്വം ഈ കർഷകരെ ആദരിക്കുന്ന ഈ ചടങ്ങ് ആദരിച്ചുകൊണ്ട് അവർക്ക് ഭാവിയിലും പുതിയ പുതിയ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടി കഴിയട്ടെ, ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി കുട്ടി കർഷകർക്ക് കൂടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചിങ്ങമൊന്നിന്റെ കയ്യൂർ സിംഹനിയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ കാർഷിക ചിങ്ങമൊന്നിന്റെ കാർഷിക ചടങ്ങും ആദരിക്കൽ ചടങ്ങും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. കാവലങ്ങളായിട്ട് വർത്തിക്കുന്ന നമുക്കൊക്കെ ഭക്ഷണം തരുന്ന കൃഷിക്കാരെ ആദരിക്കുക എന്നുള്ള ഒരു മഹനീയ ചടങ്ങ് പഞ്ചായത്തിൽ എംഎൽഎ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടികളെല്ലാം അത്ര രൂപഭാഷയും വിളിക്കുന്നത്. അപ്പം എന്തായാലും ഒന്നാം സ്ഥലത്ത് രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതിൽ. ഇപ്പോൾ നമുക്കറിയാം ഇന്ന് കാർഷിക മേഖലയിൽ നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകുന്ന അവസരത്തിൽ ചടങ്ങിന് ആശംസ അറിയിച്ചുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി KP-യും പഞ്ചായത്ത് സെക്രട്ടറി രമേശൻ സാറും CDS ചെയർപേഴ്സൺ ശോഭന VS-ഉം ക്ലായിക്കോട് ബാങ്ക് പ്രസിഡന്റ് TV രാഘവൻ മാസ്റ്ററും വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ആശംസ അറിയിച്ചു. പഞ്ചായത്ത് ആദരിച്ചിട്ടുള്ള കൃഷിക്കാർ, പ്രത്യേകിച്ച് കുട്ടി കർഷകർ ഉൾപ്പെടെ ഇന്ന് ചടങ്ങിനകത്ത് ആദരിക്കപ്പെട്ടു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നമ്മുടെ കാർഷിക മേഖലയിലുള്ള എല്ലാ മേഖലയും തൊട്ടുകൊണ്ട് എല്ലാവരെയും ആദരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ചടങ്ങായി ഈ ചടങ്ങിനെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നു. എന്നോടൊപ്പം പഞ്ചായത്തിലെ മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട നിശാന്ത് A. മുഴക്കോം, ഗോപാലൻ നായർ, മോഹനൻ K, പ്രീതകുമാരി തിമിരി, M. ദാമോദരൻ, മുത്തത്തൻ കുഞ്ഞികൃഷ്ണൻ, അവരോടൊപ്പം ഞാനും. കൊറോണ സമയത്താണ്. അന്നേരം വിത്തെല്ലാം കിട്ടുമ്പം ഞാൻ ഓരോരു സ്ഥലത്ത് മണ്ണിലെല്ലാം നടും. അപ്പാണ് എനിക്ക് കൃഷിയോടുള്ള ഇഷ്ടം തോന്നിയത്. പിന്നെ ആ അമ്മേരപ്പും അച്ഛൻ്റെ അപ്പുറെല്ലാം കൃഷി ചെയ്യും. എൻ്റെ കൃഷിയുടെ വീഡിയോയിൽ എനിക്ക് കുഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, പാർവേൻ്റെ രൂപ എന്ന പേര്. അതിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കുഞ്ഞി ഇതെല്ലാം. അപ്പം എല്ലാവർക്കും കർഷക ദിന ആശംസിച്ചു. കൃഷി ഓഫീസർ ഉമാ മേഡം സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഹരീന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഒരുപാട് പേർ എനിക്ക് ആശംസ അറിയിച്ചു. ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തിരുന്നു. കൂടാതെ ഒരുപാട് പേർ എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിരുന്നു. ചടങ്ങിന് വന്ന അമ്മൂമ്മയും ഞാനും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെയും ഞാനും കണ്ണാട്ടിനും രജനിയമ്മയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. തുടർന്ന് മോഹിനിയമ്മയുടെ കൂടെയും ശോഭനമ്മയുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു.